ഹായ്, ഹലോ. ഹഫ്സത്ത് ഹനാൻ. വെൽക്കം ടു ഗാർഡൻ PMR ഹോസ്പിറ്റൽ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓ അൽഹംദുലില്ലാ, അടിപൊളി. 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 സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. നല്ല ഉഷാറ്. ഇത്രയും വേണമെന്നുള്ളത് അറിഞ്ഞിട്ടില്ലേനു. എന്തായിരുന്നു ആക്ച്വലി നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസ് ഒക്കെ? മെയിനായിട്ട് എനിക്ക് കാലുവേദന, മുട്ടുവേദന, നമ്മളിപ്പോൾ റാൻഡംലി നടക്കാൻ വരെ എനിക്ക് ലാസ്റ്റ് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചു, ഓക്കെ എന്തായാലും ഇപ്രാവശ്യം കാണിച്ചിട്ട് തന്നെ ബാക്കി മതി എന്നുള്ള രീതിയിൽ. അപ്പം സാധാരണ നമ്മൾ ഇങ്ങനത്തെ വേദന വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ജനറലി ഡോക്ടറൊക്കെ പോയി കാണും. അപ്പം അങ്ങനെ കാണിച്ചിട്ട് ഇല്ല, കാണിച്ചിട്ടൊന്നുമില്ല. നമ്മൾ അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓക്കെ ശരിയാവുമായിരിക്കും, ടയർഡായിട്ടുണ്ടായിരിക്കും വേദന കാരണം. പക്ഷെ അതുകൊണ്ട് ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷെ പ്രാവശ്യം കാണിക്കാൻ വിചാരിച്ചു. അത്രയും ടയർഡ് ആവാൻ തുടങ്ങി, ബുദ്ധിമുട്ടാവാൻ തുടങ്ങി, ഡെയിലി ലൈഫിനൊക്കെ ബാധിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ കാണിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? കാസർഗോഡ് നിന്ന് ഇത്രയും ദൂരം മലപ്പുറം വരെ വരണല്ലോ. എങ്ങനെയാണ് ഗാർഡൻ PMR കുറിച്ച് അറിഞ്ഞത്? ഇവിടെ എത്താനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ആക്ച്വലി ഇപ്രാവശ്യം വന്ന സമയത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ദുബായിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വരുന്നതും കാര്യങ്ങളും. അപ്പോൾ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ കാണിക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ഇതൊരു ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഗാർഡൻ PMR ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ ആകുമ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് ആയുർവേദ എല്ലാം കാര്യങ്ങളും ലൈക്ക് ആ ഒരു ഇതിൽ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഓക്കെ വന്ന് കാണിക്കാന്നുള്ളതായത്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കാസർഗോഡ് നിന്ന് മലപ്പുറത്തേക്ക് കൺസൾട്ട് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അൽത്താഫിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞു ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യുക, അതിനുശേഷം എന്താണെന്നുള്ളത് നോക്കിയാൽ മതി എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ റിയാസ് ആയിട്ട് കൺസൾട്ടേഷൻസ് ചെയ്തു. അപ്പോൾ പറഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ സംസാരിച്ച സമയത്ത് തന്നെ എനിക്ക് കുറച്ചും കൂടി ഓക്കെ കൺവിൻസ്ഡ് ആയി മറ്റേനേക്കാളും. അതപ്പം ഞാൻ ഇവിടെ തന്നെ ലൈക്ക് വിത്തൗട്ട് എ സെക്കൻഡ് ചോയ്സ് ഞാൻ ഇവിടെ തന്നെ വന്നത്. ഫസ്റ്റ് ഡേ ഇവിടെ എത്തി. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്, എന്താണ് പറയാൻ പോകുന്നത്, എന്ത് പറയുന്നുള്ളതുണ്ടാവും. സോ അനീഷ് ഡോക്ടർ അതുപോലെ തന്നെ ഡോക്ടർ അനീഷ് ആൻഡ് ടീം ഇവരുടെ കൺസൾട്ടേഷൻ അനുഭവം എങ്ങനെയായിരുന്നു? ആക്ച്വലി ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എന്താ വെച്ചാൽ വെൽക്കമിങ് തന്നെ. എനിക്ക് അവരുടെ പേരറിയില്ല, പക്ഷെ ഭയങ്കര വാം വെൽക്കമിങ് ആയിരുന്നു. ഒരു എന്താ പറയുക ഹോസ്പിറ്റൽ ഫീലിംഗ് തന്നെ ഫസ്റ്റ് മുതൽ കിട്ടിയിട്ടില്ല. പിന്നെ ഡോക്ടർ അനീഷിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും ഓക്കെ എനിക്ക് 2 വർഷത്തോളമായി മുട്ടുവേദന. പക്ഷെ വേദന ആദ്യമായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പറയണത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഓരോന്ന് പറയുമ്പോഴും ഓക്കെ ഇത് മാത്രമല്ല, അതിൻ്റെ അഡീഷണൽ ആയിട്ട് വേറെ നടുവേദന ഉണ്ട്, ഷോൾഡർ പെയിൻ ഉണ്ട്, മൊത്തത്തിലാണെന്നുള്ളത് പുതിയ പുതിയ അറിവുകളും ഓക്കെ ഇത്രയും പ്രശ്നം എൻ്റെ ബോഡിയിൽ ഉണ്ട് എന്നുള്ളതും ഡോക്ടർ അനീഷ് സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഡോക്ടർ അത്രയും നല്ല കാമൻ ഭയങ്കര പീസ്ഫുൾ ആളായതുകൊണ്ട് അത്രയും സ്ട്രെസ് എനിക്ക് തന്നിട്ടില്ല. ഓക്കെ ഇത്രയും പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്നുള്ള തോന്നൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓരോ ട്രീറ്റ്മെൻറ്റ് ഓക്കെ ഇതൊരു ട്രീറ്റ്മെൻറ്റ് ആണെന്നുള്ള രീതിയിൽ മാത്രമാണ് ഫുൾ ലൈക്ക് ഹോസ്പിറ്റൽ ഫുൾ ഇതുവരെ അവർ തന്നിട്ടുള്ളത്. അപ്പോൾ പേഷ്യൻ്റ് എന്നുള്ള ഫീൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഒരു സ്റ്റേക്കേഷൻ മോഡാണ് എല്ലാവർക്കും ഇവിടെ. അത്രയും കെയറും അത്രയും എന്താ പറയുക ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, കൺസൾട്ടേഷൻ കഴിഞ്ഞു, ഇൻറ്റിഗ്രേറ്റഡ് അപ്രോച്ച്, ആയുർവേദം, ഫിസിയോതെറാപ്പി ഇതൊക്കെ കേട്ടു. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതൊരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുമ ഉണ്ടായിരിക്കും. എങ്ങനെ ആയിരിക്കും, എന്താണ് ഇതിൻ്റെത്? സോ ആയുർവേദം, ഫിസിയോതെറാപ്പി, ഇൻറ്റേർണൽ മെഡിക്കേഷൻസിൽ മോഡേൺ മെഡിസിൻ, ആയുർവേദ, സോ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? നിങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈമാണ് ഇത് മൊത്തം. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിലും യൂഷ്വലി ഒന്നെങ്കിലും ഒക്കെ ആയുർവേദം വേണമെങ്കിൽ സെപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോകണം, അതേപോലെ അലോപ്പത്തി വേണമെങ്കിൽ നോർമൽ ജനറൽ ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇൻറ്റിഗ്രേറ്റഡ് ചെയ്ത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള രീതിയിൽ അവർ ഡയഗ്നോസ് ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഓക്കെ ഡെയിലി എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഫിസിയോതെറാപ്പി വെച്ചിട്ടാണ്. അപ്പോൾ അത് ചെയ്ത സമയത്ത് ഓക്കെ എൻ്റെ ബോഡിയിൽ ഇത്രയും മസിൽസിന് ഇത്രയും പ്രശ്നം ഉണ്ട് എന്നുള്ളത് ആ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അതേപോലെ ആയുർവേദ, അതും ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവർ ഓരോ എന്താ പറയുക മസാജ് ചെയ്യുമ്പോഴൊക്കെ ഓക്കെ ഇവിടെ ഇത്രയും പെയിൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇത്രയും ദിവസം ചെയ്താൽ ഇത് മാറുന്നുള്ളൊരു കോൺഫിഡൻസ് അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടും നമ്മൾ ഓക്കെ ഇത് എത്രയും പെട്ടെന്ന് അത്രയും സീരിയസ് ആണെങ്കിലും നമുക്ക് ഓക്കെ ഇത് ശരിയാവും എന്നുള്ള കോൺഫിഡൻസും തരുന്നുണ്ട്. അതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിലും. അപ്പോൾ മൊത്തത്തിലൊരു എന്താ പറയുക ഡിഫറെൻ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു, ഹാപ്പിയാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം. ഓക്കെ, സോ അനീഷ് സാറെ കുറിച്ച് സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം സാറ് ഓൾറെഡി ആയുർവേദം BAMS കഴിഞ്ഞ് MBBS കഴിഞ്ഞ് MD PMR ആണ്. സോ
എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒരു MD-PMR ആയുർവേദവും മോഡേൺ മെഡിസിനും കഴിഞ്ഞിട്ടുള്ളൊരു MD-PMRൻ്റെ കീഴിലാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത് എന്നുള്ളതിൽ എന്താണ് പറയുക? ആദ്യം നമ്മൾ യൂഷ്വലി എല്ലാ ആൾക്കാരും ഒന്നെങ്കിൽ ആയുർവേദ ഡോക്ടറാണ് അല്ലെങ്കിൽ MBBS പഠിച്ച ആളാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ രണ്ടും പഠിച്ചെന്നുള്ളത് അറിയുന്നത് പോലും ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു സാറിനെ കാണാനും എന്താണെന്നുള്ളത്. കണ്ടപ്പോഴാണ് മനസ്സിലായി ഇത്രയും എന്താ പറയുക നോളേജ് ആണെങ്കിലും അതിൻ്റെ യാതൊരു എന്താ പറയുക ആറ്റിറ്റ്യൂഡോ കാര്യങ്ങളില്ല. അത്രയും കാമൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതോ നമുക്കൊരു എന്താ പറയുക അത്രയും അറിവുള്ള ഒരാൾ ഇങ്ങനെയും ഇത്രയും മനസ്സിലാക്കി പറഞ്ഞു തരുമ്പോൾ അതൊരു സമാധാനത്തിന്റെ എന്താ പറയാ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് പോലെയാണ്. ഒരു കൺസൾട്ടേഷൻ കഴിയുമ്പോൾ തന്നെ പകുതി എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയി എന്നുള്ളൊരു അതായത് നമ്മളൊക്കെ കൺസേൺസ് ഒക്കെ പറഞ്ഞു ഓക്കെ ബാക്കിയൊക്കെ സാറിന്റെ കയ്യിലാണ്, അത് സാറൊക്കെ എന്തായാലും ചെയ്തു തരും ശരിയാക്കി തരും എന്നുള്ള കോൺഫിഡൻസ് നമ്മൾ ആ ക്യാബിനിൽ ഇറങ്ങുമ്പോൾ തന്നെ സാർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഡെയിലി 2 days റൗണ്ട്സും കാര്യങ്ങളും കഴിയുമ്പോൾ തന്നെ നമുക്ക് അൽഹംദുലില്ലാഹ് എല്ലാം സെറ്റ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ സാറ് പറഞ്ഞിരുന്ന പ്ലാന് 14 days ആയിരുന്നല്ലോ. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പോകാൻ തീരുമാനിച്ചതിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ എന്താണ് മൊത്തത്തിലുള്ള ആ ഒരു മാറ്റങ്ങൾ? ആദ്യം സാർ 14 days പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ 14 days ശരിയാവുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസേൺ. എന്താ വെച്ചാൽ എനിക്ക് തിരിച്ചു പോകണം. പക്ഷെ അൽഹംദുലില്ലാഹ് 7 days കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം എന്താ പറയുക ഒരു 70% ഞാൻ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവില്ല എനിക്ക് ബോഡിക്ക് എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നേന്ന്. അപ്പോൾ അതൊക്കെ ഈസിനെസ് ആയി വരുമ്പോൾ ഓക്കെ അൽഹംദുലില്ലാഹ് ഇത് ഇത്രയും ബെറ്റർ ആവുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 10th day, അപ്പോൾ ഞാൻ ഡിസ്ചാർജ് ആവാൻ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രയും 14 days ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ സാറ് പറഞ്ഞ പോലെ ബാക്കി ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇനി മെഡിസിൻസും ഫോളോ അപ്പും കാര്യങ്ങളും എക്സസൈസും കാര്യങ്ങളൊക്കെ എക്സസൈസും ഇന്റേണൽ മെഡിക്കേഷൻസും ആ ഒരു അർത്ഥത്തിൽ ഫോളോ ചെയ്ത് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് എത്തുന്നുള്ള ഒരു കോൺഫിഡൻസ് ആയി സാർ തന്നപ്പോൾ ഫുള്ളി ഓക്കെ ഇനി ബാക്കി നോർമൽ ലൈഫ് ഇൻഷാല്ലാഹ്. എല്ലാവർക്കും ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 25 to 26 തന്നെ ഈ പ്രശ്നങ്ങൾ നമുക്കൊക്കെ ഉള്ള വിഷയങ്ങൾ അതൊക്കെ തന്നെ. അത് എല്ലാരും ഇപ്പൊ മുട്ടുവേദന എന്ന് പറയുമ്പോ എല്ലാവരും എന്താ പറയാ വയസ്സായിന്റെയാണ്. പക്ഷെ ഓക്കെ പണ്ട് കാലൊക്കെ 30-35 കഴിഞ്ഞാലാണ് മുട്ടുവേദന വരുന്നത്. അപ്പൊ ഞാൻ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് പറയും തടി വെക്ക് എന്നാ ശരിയാവുന്നു. പക്ഷെ ഞാനൊരു 6 kgs കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ സാറ് പറഞ്ഞു ഈ 6 kg കൂടിയതുകൊണ്ടാണ് മസിൽസിന് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് എന്താണെങ്കിലും പറയാം, പക്ഷെ നമ്മളെ ഹെൽത്ത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് എന്താണ് തടിച്ചാൽ എന്താണ് പ്രശ്നം, മെലിഞ്ഞാൽ എന്താണ് പ്രശ്നം. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു ഓക്കെ വൈറ്റമിൻ ഡി കുറവായിരിക്കുന്നു. പക്ഷെ അൽഹംദുലില്ലാഹ് അത്രയും കുറവില്ല. എനിക്ക് 3 ഉണ്ടായത് 24 ആയിട്ടുണ്ട്. ഓക്കെ 30ക്ക് കുറവ് ഡെഫിഷ്യൻസി ആണ് എന്നൊക്കെ പറയും. പക്ഷെ 24 ഒക്കെ ഉള്ളത് എനിക്ക് അൽഹംദുലില്ലാഹ് 23-ഉം 24 എന്ന് പറയുന്നത് അത്രയും ഡിഫറൻസ് ആണ്. അപ്പൊ അതുകൊണ്ടൊന്നും അല്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ സാർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആക്ച്വലി ഓൾറെഡി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. അവിടെ ചെറിയ പെയിനും മഴ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാണിക്കാം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നിൽക്കും. പക്ഷെ എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് ഡോക്ടറെ കണ്ടേ പറ്റും ഇനി ഇത് മുമ്പോട്ട് പോകില്ല എന്നുള്ളൊരു ലെവലിലേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എപ്പോഴാണ് എത്തിയത്? ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 years ആയി എനിക്ക് മുട്ടുവേദന എന്ന് പറയാനില്ല, കാലുവേദന വരാൻ തുടങ്ങിയിട്ട്. നമ്മൾ ദുബായിൽ ഉണ്ടാകുമ്പോൾ ആ സ്റ്റെപ്പ് കയറാനൊന്നുമില്ല, എല്ലായിടത്തും ലിഫ്റ്റ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്. അപ്പോൾ വെക്കേഷന് വീട്ടിൽ വന്നാലാണ് ഈ സ്റ്റെപ്പ് കയറൽ പരിപാടി. റൂമൊക്കെ മുകളിലാകുമ്പോൾ സ്റ്റെപ്പ് കയറും. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും താഴെ തന്നെ നിൽക്കും, മുകളിൽ പോവില്ല, കഴിഞ്ഞൊന്നും താഴെ തന്നെ നിന്നിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെ അത് 2 കാലിലേക്ക് മുട്ടിലേക്ക് ആവാൻ തുടങ്ങി. ഇറങ്ങുമ്പോൾ പ്രശ്നമായി. എന്നെ പിന്നെ നമ്മൾ എസ്കലേറ്റർ ഇങ്ങനെ സ്ലാൻഡിങ് എസ്കലേറ്റർ ഉണ്ടാവില്ല, അതിൽ നടക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ആ ഒരു സിവിയറിറ്റി കൂടുമ്പോഴാണ് ഓക്കെ ഇത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് എണീക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട് ലൈക്ക് ഈസിനെസ് പോയി കിട്ടി. അപ്പോഴാണ് നമ്മൾ ഓക്കെ ഇത്രയും കാലം എഫേർട്ട്ലെസ്സിൽ എണീറ്റ് പോകുന്നതൊക്കെ നമ്മൾ അപ്പോൾ ചിന്തിക്കും ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ. വേദന എടുക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് എന്താ വിചാരിച്ചു ഓക്കെ ഇനിയും കൂടി ലേറ്റ് ആയാൽ ചിലപ്പോൾ നല്ലോണം പ്രശ്നമാവും. ഇത് സ്റ്റെപ്പ് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ എല്ലാം കൂടാൻ തുടങ്ങി. നിസ്കരിച്ച് റുക്കു പോകുമ്പോൾ ഒക്കെ എനിക്ക് പ്രശ്നമാവാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്രാവശ്യം എന്തായാലും കാണിക്കാം. അതിന് മാത്രമായിട്ട് ഞാൻ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ കാണിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഈ ഇടയ്ക്ക് വരുന്ന ഷോൾഡർ പെയിനൊക്കെ ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, ഇവിടെ ഫുൾ പ്രശ്നങ്ങളാണ്, ബാക്കിൽ മസിൽസ് ടൈറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും പ്രശ്നം ഉണ്ട് എന്നുള്ളത്
മനസ്സിലായത്. പക്ഷെ മനസ്സിലായിട്ട് ഒരു 2 വീക്സ് എടുത്തിട്ടില്ല. 10 ഡേയ്സിൽ അൽഹംദുലില്ലാ പെയിനും കാര്യങ്ങളും ഒക്കെ പോയി. ഇനി ബാക്കി എൻ്റെ കയ്യിലാണ്. ഞാൻ എക്സസൈസും കാര്യങ്ങളും പ്ലാനും കാര്യങ്ങളും കിട്ടി. പ്ലാനും യഥാർത്ഥത്തിൽ അത് ഫോളോ ചെയ്താൽ തിരിച്ച് നമ്മൾ നോർമൽ ലൈഫിലേക്ക് എത്തും എന്നുള്ളൊരു എക്സസൈസും കാര്യങ്ങളും ഒക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു, വീഡിയോ എടുത്തു തന്നു. അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ ഞാൻ ഫോളോ അപ്പ് ചെയ്താൽ എനിക്ക് ഫോർ എ ലോങ് ടൈം എനിക്ക് വേദനകളൊന്നും ഇല്ലാണ്ട് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഏതാനും മണിക്കൂർ ഡിസ്ചാർജിന്, ഇന്ന് ഈവനിങ്ങിൽ ഡിസ്ചാർജ് അല്ലേ. സോ എന്താണ് ഗാർഡൻ PMR ഹോസ്പിറ്റലിനോട് പറയാനുള്ളത്? ഹൗ വാസ് ദി സർവീസസ്, ഫുഡ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആദ്യം വരുമ്പോൾ ഹോസ്പിറ്റലിൽ ഇത്രയും ദിവസം നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ അറിയാലോ, നമ്മളെല്ലാവരും കണ്ട് ഇതല്ലേ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഹോസ്പിറ്റൽ ഫീൽ സ്റ്റെപ്പ് തുടങ്ങുന്നവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും എന്താ പറയുക, അപ്പോൾ ഹോസ്പിറ്റൽ ഫീൽ കിട്ടും എന്നുള്ളതായിരുന്നു എനിക്ക് ആദ്യം ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു. ഇത്രയും ഡേയ്സ് നിൽക്കണം, അപ്പം എങ്ങനെയായിരിക്കും, ഞാൻ എൻ്റെ ഫാമിലി എല്ലാവരും ആയിട്ടാണ് വന്നത്, അപ്പോൾ പിള്ളേർക്കും പ്രശ്നമാവുമോ എന്നുള്ളതും ഒരു കൺസേൺ ആയിരുന്നു. പക്ഷെ വന്ന സമയത്ത് റൂം കണ്ടപ്പോഴും പിന്നെ ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും, എല്ലാ ടീമും, അഡ്മിനിസ്ട്രേഷൻ മുതൽ ക്ലീനിങ്, ഫുഡ്, എല്ലാ സ്റ്റാഫും അത്രയും പ്രൊഫഷണൽ ആൻഡ് അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് നമ്മളെ കെയർ ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ അതോട് എല്ലാം കണ്ട് മനസ്സിലാക്കിയെടുത്തോളം അൽഹംദുലില്ലാ എല്ലാ കൺസേൺസും ആ ഒരു വന്ന് ഒരു 5 മിനിറ്റ് തന്നെ പോയി കിട്ടി. അതുകൊണ്ട് 10 ഡേയ്സ് പ്രശ്നം, 14 ഡേയ്സ് പ്രശ്നമില്ല എന്നുള്ളൊരു മൈൻഡാണ് വന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സിൽ ഉണ്ടായ ഫീലിംഗ് തന്നെയാണ് കഴിഞ്ഞ 10 ഡേയ്സും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു പേഷ്യൻ്റ് എന്നുള്ളൊരു ഫീല് വന്നിട്ടില്ല. അപ്പോൾ അതിലും ഒരു അത്രയും മെയിൻറ്റെയിൻ അത് കൊണ്ട് നടക്കാനുള്ള ഒരു ടീമിലുള്ളത് കൊണ്ടാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ താങ്ക് യു ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ഫീലും തന്നതിന്. എനിവേ താങ്ക് യു ഫോർ ചൂസിങ് ഗാർഡൻ PMR ഹോസ്പിറ്റൽ. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ലൈഫ് എല്ലാ അർത്ഥത്തിലും കൃത്യമായി സാറ് പറഞ്ഞ പോലെ പ്ലാൻ ഇതൊക്കെ ഫോളോ ചെയ്യുക. എന്തായാലും ഞങ്ങളുടെ ഫോളോ അപ്പും കാര്യങ്ങളും ഉണ്ടാവും. ഗോഡ് ബ്ലെസ് യു. എല്ലാത്തിനും താങ്ക് യു.